പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ചതിനാണ് തൂത്തുക്കുടിയിലെ വേദാന്ത റിസോഴ്സിന്റെ സ്റ്റെറിലൈറ്റ് കമ്പനിക്ക് നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ്. ചുരുങ്ങിയത് 100 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിലേ കമ്പനി ഉണ്ടാക്കിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ മറികടക്കാനാവുമെന്ന് ജസ്റ്റിസ് AK പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് 5 വർഷത്തിനകം നഷ്ടപരിഹാര തുക വിതരണം ചെയ്യണം. രാജ്യത്തെ ഏറ്റവും വലിയ ചെമ്പുരുക്ക് നിർമ്മാണ കമ്പനികളിൽ ഒന്നായ സ്റ്റെറിലൈറ്റ് അടച്ചുപൂട്ടണമെന്ന് 2010 സെപ്റ്റംബറിൽ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരായ കമ്പനിയുടെ അപ്പീൽ പരിഗണിച്ചാണ് നഷ്ടപരിഹാരം നൽകണമെന്ന വിധി. പ്രവർത്തനത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇതിനകം ഏറെക്കുറെ പാലിച്ചതിനാൽ കമ്പനി അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകുന്നില്ല. 1100ഓളം ജീവനക്കാരുള്ള കമ്പനിയാണ് രാജ്യത്താവശ്യമായ ചെമ്പ് നിർമ്മിക്കുന്നതെന്ന കാര്യവും പരിഗണിച്ചാണ് അടച്ചുപൂട്ടാൻ ഉത്തരവിടാത്തത്. പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വിതച്ച കമ്പനിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് കേസിൽ കക്ഷിയായ MDMK നേതാവ് വൈക്കോ പറഞ്ഞു. We will continue the crusade and we will not stop our crusade until the day the plant is permanently closed down and removed from Tuticorin soil. വാതക ചോർച്ചയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച തമിഴ്നാട് സർക്കാർ കമ്പനി അടപ്പിച്ചിരുന്നു. ഈ തീരുമാനത്തിന് സുപ്രീം കോടതി വിധി ബാധകമല്ല. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.